ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ്. നമുക്കറിയാം, കേരള ബാങ്ക് രൂപീകൃതമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. അപ്പം ജനറൽ കാറ്റഗറിയിലും സൊസൈറ്റി കാറ്റഗറിയിലുമായിട്ടാണ് എക്സാം നടന്നത്. ജനറൽ കാറ്റഗറിയിൽ 150 വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ സൊസൈറ്റി കാറ്റഗറിയിൽ 50 വേക്കൻസീസും ഉണ്ട്. നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ജനറൽ കാറ്റഗറിയിൽ ഒരു 1000-ഓളം പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സൊസൈറ്റി കാറ്റഗറിയിലാകട്ടെ 9 പേരാണുള്ളത്. ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർവ്യൂ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് ആ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. സൊസൈറ്റി കാറ്റഗറിക്കാരെ സംബന്ധിച്ച് അത് വലിയ ടാസ്ക് ഉള്ള കാര്യമല്ല, കാരണം അവർ 9 പേര് മാത്രമേ ഉള്ളൂ. വേക്കൻസീസ് 50 ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഇന്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താനും പറ്റും, അതുപോലെ ജോലിയിലോട്ട് പ്രവേശിക്കാനും പറ്റും. എന്നാൽ ജനറൽ കാറ്റഗറിയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 1000-ഓളം പേരുണ്ട്, സപ്ലിമെന്ററിയിലും മെയിൻ ലിസ്റ്റിലുമായിട്ട്. അപ്പം റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലോട്ട് എത്തുക എന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇന്റർവ്യൂവിന്റെ മാർക്ക് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ CC ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് മാനേജർ ഫ്രീ ഇന്റർവ്യൂ ബാച്ച്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരുന്നു. നിങ്ങൾക്ക് ഏത് ഏരിയാസ് ഒക്കെയാണ് ഇന്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. പിന്നെ കൂടാതെ മോക്ക് ഇന്റർവ്യൂ നടത്തുക. നമ്മൾ ആദ്യമേ ഒരു ഇന്റർവ്യൂ നടത്തി നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകളാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്റർവ്യൂവിന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യമേ പറഞ്ഞു തരുന്നു. അതിനുശേഷം ഈ ഒരു തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് PSC നടത്തുന്ന ആ ഒരു ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം ആ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്